What is up guys, welcome to a brand new video, and on this episode, guys, we are talking about Stormbreaker. Okay, so Stormbreaker, one of our most favorite, most popular PC builds. Thank you for all the purchases. We constantly sell out even a build on a Stormbreaker, which is why I thought you need to know about it. So Stormbreaker എന്നാൽ ഒരു അണ്ടർ 60,000 ഒരു കംപ്ലീറ്റ് ഗെയിമിംഗ് സെറ്റപ്പാണ്. സോ അതായത് ഒരു ഗെയിമിംഗ് CPU, ഒരു മോണിറ്റർ, ഒരു കീബോർഡ്, മൗസ് എല്ലാം കൂടി 60K നമ്മൾ നടത്തുന്നു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇറ്റ് കംസ് ഒരു RTX GPUവും ഒരു 180 Hz ഗെയിമിംഗ് മോണിറ്ററും വെച്ചിട്ട് നിങ്ങളൊരു പുതിയ കണ്ടന്റ് ക്രിയേറ്ററോ ഒരു പുതിയ ഗെയിമറോ ഒരു പുതിയ സ്ട്രീമറോ ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് ആയിട്ട് തുടങ്ങണം. എന്നാൽ നിങ്ങൾ ഒത്തിരി ഫണ്ട് സ്പെൻഡ് ചെയ്യില്ല എന്ന അങ്ങനെ ഒരു ക്വസ്റ്റൻ ആൻസറാണ് Stormbreaker. ആൻഡ് നമ്മൾ കോൺസ്റ്റൻ്റ്ലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അതിനെപ്പറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഇപ്പോഴും സ്റ്റോറീസ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വി കെപ് ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഹിറ്റ്സും ഒത്തിരി ആൾക്കാർ ഭയങ്കര പോസിറ്റീവ് ഇംപ്രഷൻസായി ഒത്തിരി ആൾക്കാർ വളരെ സന്തോഷത്തോടെ വാങ്ങിപ്പോകുന്ന ഒരു പീസാണ് Stormbreaker. അണ്ടർ 60K gem or awesome game PC Stormbreaker. So എന്താണ് Stormbreaker specs? So we start with Ryzen 5 5500, ഒരു 6-core 12-thread, വളരെ capable, വളരെ reliable എന്നാൽ വളരെ cost friendly processor. And the motherboard choice is the A520 series motherboard. And in RAM, we'll go with 16 gigs of RAM. Because remember, 16 gigs of RAM illade the game properly run out illa, and 16 games illa. 16 GB is the bare minimum. Ippon ningal PC settle 16 GB താഴെ പോകരുത്. 16 is always what you start with. Go for 32 നിങ്ങളുടെ ബഡ്ജറ്റ് പറ്റുമെങ്കിൽ. പക്ഷേ ഇവിടെ we have a budget to maintain. നമ്മുടെ under 60,000 അതെല്ലാം നിർത്തണം. So we go with 16 gigs of RAM. ഇനി storage, we'll go with ഒരു 500 GB of NVMe SSD. Again, 500 കൈൻഡ് ഓഫ് ചിലപ്പോൾ കുറച്ച് സ്പേസ് കൺസ്ട്രെയിൻ ആവാൻ നിങ്ങൾ വലിയ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ. കാര്യം ഇപ്പോൾ ഇത് പുതിയ ഗെയിംസ് സൈസൊക്കെ മാസീവ്. ഓക്കെ, ഫോർസ് ഒക്കെ ആണെങ്കിൽ 120 GB, CT ആണെങ്കിൽ ക്ലോസ് 100 GB, കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിൽ പറയണ്ട 200 GB എബവ്. സോ ഗെയിംസ് വളരെ ഡിമാൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഗെയിംസ് വളരെ ലാർജ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ഇഫ് യു ഗോ ഫോർ 1 TB. പക്ഷേ ഇവിടെ വിൽ ഗോ 512 ബിക്കോസ് 512 ഇസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റാർട്ട്. ആൻഡ് നമ്മൾ ആപ്പിളെ ഫോളോ ചെയ്ത് എപ്പോഴും സ്റ്റോറേജ് ചെയ്യുന്നില്ല, പിന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, സോ ആൻഡ് ഓൾസോ റിമെമ്പർ 512 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ ബിക്കോസ് ഇസ് എ വിൻഡോസ് PC നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. So you're never stuck with the storage. അത് സ്റ്റോറേജ് മാത്രമല്ല, സ്റ്റോറേജ്, RAM, ഗ്രാഫിക്കൽ, പ്രോസസർ ഇതെല്ലാം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു വിൻഡോസ് PC. പക്ഷേ ഫോർ നൗ ദിസ് ഇസ് എ സോളിഡ് പ്ലേസ് ടു സ്റ്റാർട്ട്. അതിന് ഇതിനെല്ലാം എൻകേസ് ചെയ്യാൻ വേണ്ടി വിൽ കോൺ വിത്ത് AMDസിൻ്റെ വളരെ റിലയബിൾ, അത്യാവശ്യം ക്ലാസി ലുക്കിംഗ് ഓറോ GC2 എന്നുള്ള കേസ്. ഓക്കെ, ഇറ്റ് ഹാസ് 3 ARGB ഫാൻസ് ഇൻ ഫ്രണ്ട്, ഒരു ARGB ഫാൻ ഇൻ ദ ബാക്ക്, ആൻഡ് ദെൻ എല്ലാം സോഫ്റ്റ്വെയർ കൺട്രോളബിൾ ആണ്. And any for the power supply, we'll go with a bulb standard full label 550 watt bronze rated power supply. And the graphic card of this build is going to be the RTX 3050 because everyone loves RTX cards. I think we have way too many NVIDIA fanboys, and also RTX 3050 ഒരു വളരെ solid budget option ആണ്. ഓക്കെ, ഇറ്റ് is 6 GB of VRAM. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ടൈറ്റിൽസൊക്കെ വലിയ കുഴപ്പമില്ലാതെ 1080p സ്മൂത്തായിട്ട് കളിക്കാം. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് RTX കാർഡിന് തന്നെ NVIDIAയുടെ ലേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ബ്രോഡ്കാസ്റ്റ് ഫീച്ചേഴ്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ട്രീമർ ആണെങ്കിൽ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് റിമൂവ് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ ഇല്ലാതെ ഗ്രീൻ സ്ക്രീൻ ചെയ്യണം, അങ്ങനെയുള്ള എഫക്ട്സ് ഒക്കെ ചെയ്യണം. ഇതെല്ലാം കേബിൾ ആണ്. നിങ്ങൾ ബ്ലെൻഡബിൾ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കണമെങ്കിൽ NVIDIAയുടെ കൂടെ ആക്സലറേഷൻ കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റർ റെൻഡേഴ്സ് കിട്ടുന്നുണ്ട്. സോ ബേസിക്കലി ബിക്കോസ് NVIDIA is one of the biggest companies in the world, അവരുടെ ഹാർഡ്വെയർ is optimized for professional workloads. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3D ഡിസൈനിങ്ങിനും റെൻഡർ ചെയ്യുമ്പോഴൊക്കെ NVIDIA കാർഡ് ആയതുകൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. AMD കാർഡ് ഇത് പറ്റത്തില്ലെന്ന് തന്നെ, പക്ഷേ കുറച്ച് കേസസിൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് NVIDIA കാർഡ് ആയതുകൊണ്ട്. ഓൾസോ നമ്മുടെ പ്രൈസ് പോയിന്റ് അധികം ബിക്കോസ് 3056 GB comes at 17,500. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി അതാണ് NVIDIA ഇറക്കുന്ന ഏറ്റവും ചീപ്പസ്റ്റ് കാർഡ്, which is again something to think about. കാര്യം പണ്ട് NVIDIA ഇറക്കൊണ്ടിരുന്ന ഏറ്റവും ചീപ്പസ്റ്റ് കാർഡ് ഒരു 1050 Ti 10,000 രൂപയ്ക്കായിരുന്നു അതിന്. പക്ഷേ ഇപ്പം NVIDIA ആ ഒരു അണ്ടർ 15,000 സെഗ്മെൻറ്റേ വിട്ടു. അപ്പോൾ ദ മോസ്റ്റ് ബജറ്റ് കാർഡ് ഇസ് 17,500 എന്നുള്ള 3050 ആണ്, which is what we are going to use this build here. And also നമ്മളൊരു ബജറ്റ് ബിൽഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് NVIDIA കാർഡില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും ചേട്ടാ RTX പറ്റൂലേ എന്ന്. സോ ചേട്ടൻ സെല്ലിങ് യു ഇതിൽ RTX പറ്റും, ആൻഡ് RTX is what we're using, so we'll go for the RTX 3050. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് our awesome Stormbreaker CPU is complete. ഈ CPU മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പോകില്ല, ഇതിൻ്റെ കൂടി പെയർ ചെയ്യാൻ വേണ്ടി വി ഹാവ് എ ബ്യൂട്ടിഫുൾ 180 Hz മോണിറ്റർ. അത് N24 എന്ന മോഡലാണ് ഫ്രം ZEB. സോ ഒരു 180 Hz 1 ms IPS പാനൽ വിത്ത് ഇൻബിൽറ്റ് സ്പീക്കേഴ്സ്. ഓക്കെ, വിച്ച് ഇസ് വെരി മച്ച് ഒരു വളരെ നല്ല വാല്യൂ പ്രൊപ്പോസിഷനാണ്. നിങ്ങളൊരു കമ്പ്യൂട്ടർ ഗെയിമർ ആണെങ്കിൽ 144 Hz കാലം കഴിഞ്ഞു, 165 Hz ഇസ് ഓക്കെ, പക്ഷേ യു ഗെറ്റിംഗ് 180 Hz. സോ 180 Hz 24-inch IPS പാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് കളർ ക്വാളിറ്റി നല്ലതാണ്, ഗെയിമിങ്ങിന് സെറ്റാണ്. സോ ഇറ്റ് ചെക്സ് ഓൾ ദോസ് ബോക്സസ്. സോ ഇത്രയും കൂടെയാണ്. പിന്നെ കീബോർഡ് മൗസ് കോംബോ അഗൈൻ നിങ്ങളുടെ ബജറ്റ് പോലും നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. പക്ഷേ ഇൻ ദിസ് കേസ് നമുക്കൊരു സ്റ്റാൻഡേർഡ് ആൻറ്റി സ്പോർട്സിൻ്റെയോ ZEBിൻ്റെയോ MDSൻ്റെയോ ഒരു 1,500 rupees കീബോർഡ് മൗസ് കോംബോ പിക്ക് ചെയ്യുക. അതുകൂടി ആകുമ്പോഴത്തേക്ക് 60,000 യു ആർ ട്രിപ്പിൾ എ ഗെയിമിംഗ് സ്ട്രീമിംഗ് നിങ്ങളുടെ കണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യാനുള്ള PC ബിൽഡ് ഇസ് കംപ്ലീറ്റ്. ഇങ്ങനെ ബിൽഡ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, വിൽ ഗോ വാച്ച് സം ബ്യൂട്ടിഫുൾ B-rolls ആൻഡ് കം റൈറ്റ് ബാക്ക്.
ഈ പീസിയുടെ ബെഞ്ച്മാർക്ക് വിൽ ബി വെരി സോളിഡ്. സോ നിങ്ങളുടെ സ്ട്രീമിംഗ് കരിയറോ ഗെയിമിംഗ് കരിയറോ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഹാവ് സം ബ്യൂട്ടിഫുൾ ബെഞ്ച്മാർക്സ് ഫോർ യു സ്റ്റാർട്ടിംഗ് വിത്ത് GTA 5 ബിക്കോസ് എന്ത് തുടങ്ങിയാലും ഫസ്റ്റ് നിങ്ങൾക്ക് GTA 5 കളിക്കാൻ പറ്റുമെന്നാണ്. GTA 5 യു ഗെറ്റ് 112 FPS അണ്ടർ ഹൈ സെറ്റിംഗ്സ്. സോ എല്ലാം കൂട്ടിയിട്ടുള്ളൂ 112 FPS കിട്ടും. ആൻഡ് ഓൾസോ കുറേ പേര് ഇങ്ങനെ എന്ത് പീസ് വിളിയാൻ ചോദിക്കും, ചേട്ടാ ഇത് ഫ്രീ ഫയർ കളിക്കാൻ പറ്റുമോ? യെസ് ചേട്ടാ, യെസ് മൈ വോയ്സ്, ഇതിനകത്ത് ഫ്രീ ഫയർ കളിക്കാൻ പറ്റും. ഫ്രീ ഫയർ ഇസ് നോട്ട് ഈവൻ എ ചാലഞ്ച്. ഇനി വാല്യൂ കളിക്കുമ്പോൾ യു ഗെറ്റ് 304 FPS. സോ ഈ സ്പോർട്സിനകത്ത് ഫുള്ളി റെഡിയാണ്. ആ 180 ഹെർട്സ് മോണിറ്ററിനെ മാക്സിമം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് Cyberpunk 2077 DLSS ഉപയോഗിച്ച് റിമെമ്പർ ഈ കാരണത്ത് ഈ ബിൽഡിനകത്ത് ഒരു RTX കാർഡുകൊണ്ട് നിങ്ങൾക്ക് DLSS ഉപയോഗിക്കാൻ പറ്റും. സോ DLSS കൂടെ ഓൺ ആക്കിയാൽ Cyberpunkനകത്ത് യു ഗെറ്റ് 65 FPS. ആൻഡ് ഇനി അഗൈൻ RDR നിങ്ങൾ കളിക്കുമ്പോൾ യു ഗെറ്റ് 75 FPS with high settings and DLSS on. And Counter-Strike കളിക്കുമ്പോൾ you get an easy 300 FPS. So remember, ഈ ബിൽഡിന് one of the biggest uses is ഇതിനകത്ത് DLSS ഉപയോഗിക്കാം. DLSS എന്ന് പറഞ്ഞാൽ അപ്സ്കെയിൽ ടെക്നോളജിയാണ്. സോ ചില ഡിമാൻഡിങ് ഗെയിംസ് കമ്പ്യൂട്ടറിന് അത് ലോ റെസൊല്യൂഷനിൽ റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈ റെസൊല്യൂഷനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. സോ അതുകൊണ്ട് തന്നെ പുതിയ മോഡേൺ ടൈറ്റിൽസ് കളിക്കാൻ ഈ particular ബിൽഡിംഗ് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ബിക്കോസ് ഇറ്റ് സപ്പോർട്ട്സ് ഓൾ ഓഫ് NVIDIA's latest technologies. പിന്നെ when it comes to streaming, remember again RTX കാർഡ് ഉള്ളത് തന്നെ നിങ്ങൾക്ക് OBSനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് വെച്ച് ഈസി ആയിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഡാമേജ് റിസോൾവോ അല്ലെങ്കിൽ പ്രീമിയർ പ്രോനകത്ത് എൻകോഡിങ്ങോ ചെയ്യണമെങ്കിലും again thanks to പ്രോസസർ ഗ്രാഫിക് കാർഡ് കോംബോ നിങ്ങളുടെ പ്രൊഡക്ഷൻ വർക്ക് ലോഡ്സും വീഡിയോ എഡിറ്റിംഗ് വർക്ക് ലോഡ്സും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. യെസ്, ദിസ് PC is 4K editing capable. So ഇത്ര ആയപ്പോഴത്തേക്ക് 60,000നകത്ത് we have a complete setup where you can game peacefully, stream peacefully, create peacefully. And that is why we call this build the Stormbreaker. And നിങ്ങൾ ഒത്തിരി പേര് PC വാങ്ങിച്ചു, I thought probably ഇതിൻ്റെ നല്ല കണ്ടന്റ് ഐഡിയ ആയിരിക്കും, which is why we're making this video. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ awesome builds വേണമെങ്കിൽ you know what to do, hit us up. We will build you super freaking computers every freaking time. And നിങ്ങൾക്ക് എന്ത് ഇതേപോലത്തെ higher end PC needs ഉണ്ടെങ്കിൽ you can come straight to our office. We're located on a Thiruvillam Kovalam bypass and we ship all over India. And if you love what we do here and if you love what we do here, make sure you follow us on Instagram or Instagram is Rs official. Number 25k family is going strong. And if you love what we do here, make sure you hit the subscribe button and follow us on YouTube. We will see you in the next one. Till then, this is us saying cricket baby and peace.